ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് മൊഡ്യൂൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. An ordinary differential equation is an equation that contain one or several derivatives of an unknown function y of x. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഇക്വേഷൻ ആണ്. അതെന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ഡെറിവേറ്റീവ്, ഒരു അൺനോൺ ഫംഗ്ഷൻ y ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതായത് dy ബൈ ഡി എക്സ്. y ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. y ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു y ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ്, അതായത് dy ബൈ ഡി എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുന്ന അതിന്റെ ഡെറിവേറ്റീവ്സ്, അതിനെ നമ്മൾ വൈ ഡാഷ് അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് എക്സെട്ര എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത് നമ്മൾ പറയുന്നത്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യാം? വൈ ഡാഷ് ഈക്വൽ ടു കോസ് എക്സ് ഒരു എക്സാമ്പിൾ ആണ്. വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു 4y ഈക്വൽ ടു 0 വേറൊരു എക്സാമ്പിൾ ആണ്. ഇതാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനിഷൻ. ഇനി എന്താണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഒക്കറിംഗ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ, അതിനെയാണ് നമ്മൾ എന്താ പറയാ? ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, വൈ ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്. എന്താണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ? എന്താണ് ഇതിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ വരുന്നത്? വൈ ഡാഷ് അല്ലെ, 1 വരുന്നു. അതായത് ഡി വൈ ബൈ ഡി എക്സ്, അതിന്റെ ഓർഡർ 1 ആണ്. അതുകൊണ്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? 1 ആണ്. ദിസ് ഇംപ്ലൈസ് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കൂ, വൈ ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. ഇവിടെ എന്താ വരുന്നത്? ഡി സ്ക്വയർ എക്സ് ബൈ y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. ഇവിടെ എന്താണ് അതിന്റെ ഓർഡർ വരുന്നത്? 2 ആണ്. കാരണം എന്താ? ഇതിന്റെ ഫസ്റ്റ് ടേം എന്താ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4y ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണിത്. അപ്പൊ ഇതിന്റെ ഓർഡർ വരുന്നത് 2 ആണ്. കാരണം എന്താ? ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ ആണ് എന്ത് പറയുന്നത്? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ വരുന്നത് 2 ആണ്. അതുപോലെ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കൂ, ഡി ക്യൂബ് എക്സ് ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 3x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ. ഏതാണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത്? ഡി ക്യൂബ് എക്സ് ബൈ ഡി എക്സ് ക്യൂബ്. അതിന്റെ ഓർഡർ എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? 3 ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കൂ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 3. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ് വരുന്നത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതിന്റെ ഓർഡർ എത്രയാണ് വരുന്നത്? 2 ആണ്. അതുകൊണ്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണ്? 2 ആണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്? ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഓർഡർ 1 ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ ആയിട്ട് കണ്ടു, വൈ ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്? എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതെന്താ? ഇതൊരു ഫംഗ്ഷൻ ആണ്, എക്സ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, വൈ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ എക്സ് ഉണ്ടാവാം, വൈ ഉണ്ടാവാം, വൈയുടെ ഒരു ഡെറിവേറ്റീവ് വൈ ഡാഷും കൂടെ ഉണ്ടാവുന്ന ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് നമ്മൾ എന്താ പറയാ? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് അതിന്റെ നൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. അല്ലെങ്കിൽ വേറെ ചില ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ കാണാറുണ്ട്? വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. വൈ ഡാഷ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ, വെരിഫൈ ചെയ്യാനുള്ള ഇത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുക, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 2y ഫോർ ഓൾ എക്സ്. ഇതെങ്ങനെയാ വെരിഫൈ ചെയ്യാം? ഒരു സൊല്യൂഷന്റെ വെരിഫിക്കേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് അതിന്റെ സൊല്യൂഷൻ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ എന്ത് തന്നിട്ടുണ്ട്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് സൊല്യൂഷൻ എന്ന് തന്നിട്ടുണ്ട്.
അല്ലെ? അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? y ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആകുമ്പോൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2x. എന്നിട്ട് അതെന്ത് ചെയ്യുക? തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 2y എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സ് ഇൻറ്റു വൈ ഡാഷിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വൈ ഡാഷ് ഈക്വൽ ടു 2x ആണ്. സോ എക്സ് ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു വൈ ഡാഷിന് പകരം 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എക്സ് ഇൻറ്റു 2x എന്ത് വരും? 2x സ്ക്വയർ എന്ന് വരും. എന്താണ് നമ്മുടെ ഗിവൺ സൊല്യൂഷൻ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയറിനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? y ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2y എന്ന് കിട്ടും അല്ലെ? സോ y സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 2y എന്ന് കിട്ടും. ഇനി ഈ സാധനങ്ങളൊക്കെ ഈ ഒരു 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്താണ്? ആദ്യം ഇതിന്റെ ഓരോന്നിന്റെ എന്ത് ചെയ്യുക? ഓർഡർ കണ്ടുപിടിക്കുക. എന്താണ് ഈ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എക്സ് പ്ലസ് വൈ വൈ ഡാഷ് ഈക്വൽ ടു സിയുടെ ഓർഡർ എത്രയാണ്? y ട്രിപ്പിൾ ഡാഷ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സിന്റെ ഓർഡർ എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് വൈ ഡാഷ് ഈക്വൽ ടു 0ന്റെ ഓർഡർ എന്താണ്? എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 3y എന്നുള്ളതിന്റെ ഓർഡർ എന്താണ്? അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്ത് വെരിഫൈ ചെയ്യുക? ഈ ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷനും റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ അതിന്റെ സൊല്യൂഷൻ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. എങ്ങനെ ചെയ്യുക? ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് വൈ വൈ ഡാഷ് ഈക്വൽ ടു സി എന്നുള്ളതിന്റെ ഒരു സൊല്യൂഷൻ ആണോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 y ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നിങ്ങൾക്ക് y കണ്ടുപിടിക്കാം, y ഡാഷ് കണ്ടുപിടിക്കാം, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ y ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്താൽ മതി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എന്ത് കിട്ടും? 2x പ്ലസ് 2y y ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെ? എന്നിട്ട് എന്ത് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് ഈ ഒരു എക്സ് പ്ലസ് വൈ വൈ ഡാഷ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y y ഡാഷ് ഈക്വൽ ടു 0 അല്ലെ? 2 ക്യാൻസൽ ചെയ്യുക, എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് മാറിപ്പോയതാണ്, ഇത് സി ആവില്ല, ഇത് 0 ആണ്. അത് കറക്റ്റ് ചെയ്യാം. എക്സ് പ്ലസ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0. അതുപോലെ അടുത്ത എക്സാമ്പിൾ വെരിഫൈ ചെയ്യണമെങ്കിലോ y ട്രിപ്പിൾ ഡാഷ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, ഇതൊരു സൊല്യൂഷൻ ആണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ഇതിന്റെ ഫസ്റ്റ് ഇന്റഗ്രേഷൻ കാണാം, എന്നിട്ട് ഇതിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതിന്റെ y ഡാഷ് കാണാം, y ഡബിൾ ഡാഷ് കാണാം, y ട്രിപ്പിൾ ഡാഷ് കാണുമ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇതൊരു സൊല്യൂഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം? വെരിഫൈ ചെയ്യാം. അതുപോലെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. എന്താണ് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ together with an initial condition is called an initial value problem. എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കൂടെ ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ, അതായത് എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളും y എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിളും ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ഒരു y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y നോട്ട് എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ തരിക. അതായത് എക്സിന് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുമ്പോൾ y എന്താണ്? y ഓഫ് എക്സ് നോട്ട് y നോട്ട് ആവും. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ എങ്ങനെ വരും? ഒരു എക്സാമ്പിൾ എടുക്കുക. y ഡാഷ് ഈക്വൽ ടു 0.85y. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് അതിന്റെ കണ്ടീഷൻ? y ഓഫ് 0 ഈക്വൽ ടു 19. ഇതിന്റെ സൊല്യൂഷനിൽ 0 y ഓഫ് എക്സ് ആണല്ലോ അതിന്റെ സൊല്യൂഷൻ. എക്സിന് 0 കൊടുക്കുമ്പോൾ സൊല്യൂഷൻ വാല്യൂ y ഓഫ് എക്സ് എന്താണ് വരുന്നത്? 19 ആണ് വരുന്നത്. ഇതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും വേറൊരു എക്സാമ്പിൾ ആണ്. y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 6x പ്ലസ് 5 y ഓഫ് 0 ഈക്വൽ ടു 3. ഇതും എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻ ആണ്. അപ്പൊ ഇത് ടോട്ടൽ ആയിട്ട് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ട് മാറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം.